ഹായ് ഗൈസ്, അപ്പോൾ രാവിലെ നിച്ചുട്ടി സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ചൂട്ടനുണ്ട് ഇവിടെ. നല്ല രാവിലെ മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് മുറ്റത്തിൽ ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ് കണ്ടോ. ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 8:30 ടൈം ആയപ്പോൾ നമ്മുടെ മീൻ വിൽക്കുന്ന കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനിയാണ് കണ്ടോ, പോയിരിക്കണത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ഓനാണ് മീൻ മേടിച്ചുകൊണ്ട് വരൽ. അപ്പോൾ അവിടെ പോയിട്ട് മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അന്നേരം പിന്നെ ഒരു 10 മണിയായപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് മാറ്റി ഞാൻ അംഗനവാടി വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അഞ്ചൂട്ടൻ്റെ യൂണിഫോമാണിത് കേട്ടോ. അംഗനവാടിയിൽക്കും ഇവിടെ യൂണിഫോമുണ്ട്. അങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പൗഡറൊക്കെ ഇട്ടെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞുകാലമായിട്ട് പനി തന്നെയായിരുന്നു കേട്ടോ. ഒരാഴ്ചയോളം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അംഗനവാടിയിലൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പറഞ്ഞു വിടുകയാണ് ഇനി. എന്നാലും കുറച്ചൊരു ജലദോഷം പോലെ ഉണ്ട് കേട്ടോ. അവന് ബാഡ്ജും ഉണ്ട് കേട്ടോ. അത് യൂണിഫോമിലേക്കുള്ള ബാഡ്ജാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാം കുട്ടപ്പനാക്കിയിട്ട് പറഞ്ഞു വിടാൻ പോവുകയാണ്. അപ്പോൾ പോവാനൊക്കെ നല്ല മടിയുണ്ട്. അഞ്ചൂട്ടൻ കളിക്കുന്നിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് മാറ്റി അംഗനവാടി വിടുന്നതിനായിട്ട് എന്നെ കുത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇതിൽ വിടുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ കയ്യിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ സർജറിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുക. അപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിങ്ങനെ വരും. അത് ഉമ്മാൻ്റെ അമ്മോനാണ് കേട്ടോ. രാവിലെ തന്നെ ഉപ്പാനെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉമ്മാൻ്റെ അമ്മോൻ്റെ വണ്ടിയിൽ ഞാൻ അഞ്ചൂട്ടനെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. ബൈക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഒന്നല്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ കാർ എടുക്കും കേട്ടോ. അപ്പോൾ അംഗനവാടിയിലെത്തിയിട്ട് അവിടെ ജിമ്മിൻ്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അംഗനവാടിയിലെത്തി. ഇത് നമ്മുടെ എളാപ്പാൻ്റെയും എൻ്റെ അനിയൻ്റെയൊക്കെ മോനാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് അംഗനവാടിയിൽ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അവിടെ കുറച്ച് സമയം ഞാൻ ഇരുന്ന് കൊടുക്കും അഞ്ചൂട്ടൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് അഞ്ചൂട്ടനെ അംഗനവാടിയിൽ പോയി കൊണ്ടുവന്ന് 3:30 കേട്ടോ. അപ്പോൾ കുളിച്ച് മാറ്റി ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് അഞ്ചൂട്ടൻ ഹാപ്പിയായി. പിന്നെ രാത്രി ഉറങ്ങുകയാണ് കേട്ടോ.